ടൂത്ത് പേസ്റ്റുകളുടെ ട്യൂബുകളുടെ താഴെയായി വിവിധ നിറങ്ങൾ ഇത്തരത്തിൽ ചതുരാകൃതിയിൽ കൊടുത്തിരിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടിയാവും ഇത്തരത്തിൽ ഓരോ ടൂത്ത് പേസ്റ്റുകളുടെയും താഴെ നിറങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ കളർ കോഡുകളുടെ അർത്ഥം എന്താണെന്നും കൂടാതെ ടൂത്ത് പേസ്റ്റുകളുടെ തരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കേണ്ട രീതികളെക്കുറിച്ചുമാണ്. ടൂത്ത് പേസ്റ്റുകളുടെ കളർ കോഡുകൾ അർത്ഥമാക്കുന്നത്: 1. പച്ച, പ്രകൃതിദത്തമായത്; 2. നീല, പ്രകൃതിദത്തമായതും കൂടാതെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതുമായത്; 3. ചുവപ്പ്, ഇത് പ്രകൃതിദത്തവും രാസവസ്തുക്കളും മാത്രം അടങ്ങിയിട്ടുള്ളത്; 4. കറുപ്പ്, ഇത് രാസവസ്തുക്കൾ മാത്രം അടങ്ങിയിട്ടുള്ളത്. ഇനിയും ടൂത്ത് പേസ്റ്റിന്റെ തരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് വെളുപ്പിക്കുന്നതിനും കറ നീക്കം ചെയ്യുന്നതിനും കാൽഷ്യം പെറോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക. മറിച്ച് സെൻസിറ്റീവ് പല്ലുകൾ ഉള്ളവർക്ക് ടൂത്ത് പേസ്റ്റിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ ട്രോൺഷ്യം ക്ലോറൈഡ് പോലെയുള്ള ഡീസെൻസിറ്റൈസിംഗ് ഏജന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ചൂസ് ചെയ്യുക. ഇനിയും എന്താണ് സെൻസിറ്റീവ് പല്ലുകൾ ഉള്ളവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ചൂടുള്ള കാപ്പി കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള വസ്തുക്കൾ, ഐസ്ക്രീം മുതലായിട്ടുള്ള വസ്തുക്കൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല്ലിൽ പുളിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വേദന അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളെയാണ് സെൻസിറ്റീവ് പല്ലുള്ളവരായി അറിയപ്പെടുന്നത്. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ ട്രോൺഷ്യം ക്ലോറൈഡ് മുതലായിട്ടുള്ള സെൻസിറ്റീവ് ഏജന്റുകൾ അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് ഫ്ലൂറൈഡ് രഹിതമായിട്ടുള്ള പേസ്റ്റുകൾ. വായുടെയും പല്ലുകളുടെയും ആരോഗ്യനിലയ്ക്ക് ഫ്ലൂറൈഡ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. എന്നിരുന്നാലും പല ഉപഭോക്താക്കളും ഫ്ലൂറൈഡ് രഹിതമായിട്ടുള്ള പേസ്റ്റുകൾ ചൂസ് ചെയ്യാറുണ്ട്. ഇത്തരം ടൂത്ത് പേസ്റ്റുകൾ നിങ്ങളുടെ പല്ലുകൾ വൃത്തിയാക്കുവാൻ സഹായിക്കും. എന്നിരുന്നാൽ പോലും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള മറ്റ് ടൂത്ത് പേസ്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര ഫലപ്രദമായി തോന്നുകയില്ല. ഇതിന് കാരണം അവർ ആകസ്മികമായി ടൂത്ത് പേസ്റ്റുകൾ വിഴുങ്ങുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അധിക ഫ്ലൂറൈഡുകൾ അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ പല്ലുകളുടെ ഇനാമലിനെ നശിപ്പിക്കുകയും ഡെന്റൽ ഫ്ലൂറോസിസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കാൻ, പ്രകൃതിദത്ത മുദ്രയുണ്ടെങ്കിൽ പോലും എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും കെമിക്കൽസ് അടങ്ങിയിരിക്കാം. ആയതിനാൽ തന്നെ ടൂത്ത് പേസ്റ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ADI മുദ്ര, എക്സ്പയറി ഡേറ്റ് മുതലായിട്ടുള്ളവ പരിശോധിച്ചതിന് ശേഷം മാത്രം ചൂസ് ചെയ്യാനായി ശ്രമിക്കുക. ഇനിയും എന്താണ് ADI സീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പല്ലുകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് പരിശോധിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ് ADI മുദ്രകളുള്ള ടൂത്ത് പേസ്റ്റുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.